നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ചില ദിവസങ്ങളായി നമ്മൾ ചില വിഷയങ്ങളെ നമ്മൾ ചിന്തിച്ചു വരികയാണല്ലോ. പ്രിയരെ, ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം. മിക്ക കുടുംബങ്ങളിലും പ്രാർത്ഥനയില്ല. പ്രാർത്ഥന ജീവിതം ഇല്ലാത്തത് കൊണ്ട്, മാതാപിതാക്കൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുകയില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രയറാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇരുത്തി കുഞ്ഞുങ്ങളെ കൊണ്ട് തനിയെ പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് ഭാഷ ഏത് തന്നെയായിരുന്നാലും, ഏത് ഭാഷയായിരുന്നാലും പ്രശ്നമല്ല. പക്ഷേ കുഞ്ഞുങ്ങൾ അതത് ഭാഷയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ അവരെ പ്രേരിപ്പിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രാർത്ഥിക്കുന്നത് ആരോടാ? ദൈവത്തോടല്ലേ. അപ്പോൾ ദൈവത്തോട് ഏതൊരു കഷ്ടമോ പ്രയാസമോ പ്രതികൂലമോ ഏത് വന്നാലും അത് ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ യേശു കർത്താവ് ഒരു വലിയ പ്രാർത്ഥനാ വീരനായിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥന എന്നത് വിജയത്തിൻ്റെ രഹസ്യമാണ് പ്രിയരെ. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥിക്കാതെ ഒരു വ്യക്തിയിൽ ആ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. ആ വ്യക്തിയിൽ ക്ഷമയുണ്ടാകും, സ്നേഹമുണ്ടാകും. അങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്ന തന്നെ അവരുടെ ആ ഒരു മാറ്റത്തെ നമുക്ക് കാണുവാനായിട്ട്, ഇടപെടുന്നതിൽ വലിയ മാറ്റം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, അതുപോലെ തന്നെ നമുക്കറിയാം, ആ ഒരു വ്യക്തിയിൽ ഞാൻ ദൈവ പൈതലാണെന്നുള്ള ഒരു ബോധം ഏത് സമയത്തും ഉണ്ടാകും. ആ വ്യക്തി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. ഞാൻ ദൈവ പൈതലാണ്, അതിനനുസരിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാവൂ എന്നുള്ള ഒരു ബോധം, ആ ഒരു ചിന്ത, ആ ഒരു മനോഭാവം ആ വ്യക്തിയിൽ ഉണ്ടാകും എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഏത് നിമിഷവും പ്രാർത്ഥിക്കുന്നവരാണോ, ദൈവത്തോട് അവർ സംസാരിക്കുന്നവരാണോ എന്നത് എന്നത് ശോധന കഴിക്കുകയും അവരിൽ നിന്ന് ആ ഒരു വലിയ മാറ്റത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യണമെങ്കിൽ നാം ദിനംതോറും അവരെ പ്രാർത്ഥനയിലൂടെ വളർത്തുവാൻ നമ്മൾ ശ്രമിക്കണമേ എന്നും ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.